ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പണി തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇയാളെ ഞാൻ നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വിട്ടതാണ്. നല്ല ക്ലാസ്, നല്ല അടിപൊളി റെസ്പോൺസ് ഒക്കെ കിട്ടി വന്നതാണ് കേട്ടോ. നല്ല അടിപൊളി റെസ്പോൺസ്. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഇത് ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ഇത് എന്താ ചാലഞ്ച്, എന്താ പേര്? 5 seconds ചാലഞ്ച്. 5 seconds ചാലഞ്ച് വീഡിയോ ആണ്. ഇവളും ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൂല എന്താ ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ എന്താണ്, ഇവള് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഞാൻ 5 seconds കൊണ്ട് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ പണിയുണ്ട്. പണി എന്ന് പറഞ്ഞില്ല ഇതാണ്. ഇതെന്താന്നല്ലേ, ഇത് ആര്യവേപ്പിൻ്റെ വെള്ളമാണ്. ആര്യവേപ്പ് അറിയാലോ, നല്ല കയ്പാണ്. അത് നല്ല തിളപ്പിച്ച വെള്ളമാണ്. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ എന്താ, ഇത് അറിയാമല്ലോ എല്ലാവർക്കും, നല്ല ഹെൽത്തിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നല്ല കയ്പാണ്, വായിൽ വെക്കാൻ കഴിയില്ല. പുണ്ണുള്ളവർക്കൊക്കെ നല്ലതാണ്, അതൊക്കെ അറിയാലോ. അപ്പോൾ തുടങ്ങല്ലേ? ഫസ്റ്റ് വേർഡ് വേണം കേട്ടോ. ഒരു മിനിറ്റ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. കഴിഞ്ഞ ഇത് ഞാൻ തന്നെ വിചാരിച്ചിട്ട് അതിൻ്റെ മേലിൽ നിന്ന് തീർക്കാൻ നിൽക്കണം. അതൊന്നും പറയാം, ഗെയിമാണ്. പക്ഷെ എന്നാലും ഞാൻ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാക്കിയത്. ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ചോദിക്കും. തുടങ്ങട്ടെ. സ്പെൽ യുവർ നെയിം ബാക്ക്വേർഡ്. ANHSI അല്ല U. ഫസ്റ്റ് പണിഷ്മെന്റ് കൊടുക്കല്ലേ? ഫസ്റ്റ് പണിഷ്മെന്റ് കയ്പ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അപ്പോൾ നെക്സ്റ്റ് ടേൺ കേട്ടോ. വെയിറ്റ്. ഓക്കെ. Name 3 animals starting with letter L. Your time starts now. Lion, lizard, leopard. അങ്ങനത്തെ ഞാൻ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാക്കിയത്. അടുത്തത് സിമ്പിളാണ്, നല്ല സിമ്പിളാണ്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനെ കുറിച്ചിട്ടാണ്, സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. വേറെ ഫുഡാവും. നെയിം 3 യെല്ലോ ഫുഡ്. ബിരിയാണി, പിന്നെ ലഡു, പിന്നെ ജിലേബി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനോ? തേർഡ് അല്ല, ഫോർത്ത് ആണ്. സ്പെല്ലിംഗ് ബാക്ക്വേർഡ് ചോദിച്ച്, പിന്നെ ലെറ്റർ L, പിന്നെ യെല്ലോ ഫുഡ്. അപ്പോൾ ഇത് ഫോർത്താണ്. അപ്പോൾ ഓക്കെ, അത് ചോദിക്കട്ടെ. Make 3 different sounds of animals. Your time starts now. Meow. Bobo. അപ്പോൾ കുടിച്ചോ. എനിക്കാണ് ഇത് വീണത്. നല്ല ടേസ്റ്റാണ്, നല്ല എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പിന്നെ അത് കുടിക്കുന്ന കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ട്രൈ ചെയ്യാം. പക്ഷെ നല്ല ഹെൽത്തിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനി ആരുടെ ടോണാ? നിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡു ബാക്ക്വേർഡ് കൗണ്ട് ഫ്രം 10 to 1. ഒരാൾക്ക് മതിയോ? സ്റ്റാർട്ട്. 19, 8, 7, 6, 5, 4, 3, 2, 1. എനിക്ക് ആദ്യം അറിയാട്ടോ. അല്ല, എനിക്ക് ആദ്യം അറിയാം, നല്ലോണം അറിയാം. അപ്പൊ ഇനി ഇന്റെ ടേൺ അല്ലേ? ചോദിക്കട്ടെ. ചോദിക്കാനല്ല, ഇത് മനസ്സിലായിണ്ടാവല്ലോ. ഇതെന്താന്ന് മനസ്സിലായില്ല. 5 seconds ഉണ്ട്.
കുടിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതിലുണ്ട് വെള്ളമുണ്ട്. തുള്ളി അതല്ല. ഞാൻ എത്ര കുടിച്ചില്ല. ഞാൻ ചോദിക്കാൻ പോണേ. ഈസി ക്വസ്റ്റ്യൻ ആണ് പ്ലീസ്. കുടിക്കാനാവില്ല. She sells on the തെറ്റി. സീഷോറാണ്. എനിക്കറിയത്. ഇത് നല്ലോണം അറിയാം എനിക്ക്. മാറ്റാൻ പറ്റില്ല. ചോദിച്ച് തുടങ്ങി വെച്ചാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എത്ര പ്രാവശ്യം പറയണം? 3 പ്രാവശ്യം പറഞ്ഞാൽ അല്ല. ടൈം സ്റ്റാർട്ട് ചെയ്ത തുടങ്ങി. She sells seashell on the seashore. 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 Yeah. ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. സിമ്പിളൊന്നുമല്ല. ഇതൊന്നും പറഞ്ഞു നോക്കിയാ. എനിക്ക് പറയ്. സിമ്പിളൊന്നുമല്ല. അതൊക്കെ കുറെ കാലങ്ങൾ പഠിച്ച അതാണ്. മനസ്സിലായോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ചോദിക്കട്ടെ. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാ. Name 3 colors that are not in rainbows. Your time starts now. Black. ഇവിടെ പഞ്ചസാര ഒക്കെ കൊണ്ടുവന്നത് നോക്കിയാ. ഭയങ്കര കയ്പായിട്ട്. കുടിച്ചോ. കാലിക്കുമ്പോ തന്നെ ഉണ്ട്. തിന്നാ കുഴപ്പമില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. റിവേഴ്സ് ആയിട്ട് 7 ഡേയ്സിന്റെ പേര് പറയാം. അല്ല സ്റ്റാർട്ട്. ഞാൻ വെള്ളം കുടിച്ചോളാം. എനിക്കറിയില്ല. അതിന് സ്മെല്ല് എന്തോ വരുന്നുണ്ട്. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. പഞ്ചസാര ഇട്ടത് അറിയണേ ഇല്ല. Name 3 vegetables which grows under the soil. Your time starts just now. Potato. Radish. Radish എന്നല്ലേ സാധനം? Time's up. ക്യാരറ്റ് പറയാനുണ്ടോ? കുടിച്ചോ കുടിക്കേ. മറ്റേ ചോയ മായിട്ടില്ല. പോയിട്ടില്ല പറയുന്നത്. ആണോ? കുടിച്ചോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Name 3 objects that you can't get off your house without. വീട്ടിൽ ഇറങ്ങുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത 3 സാധനങ്ങൾ. ഓക്കെ. സ്റ്റാർട്ട്. ഫോണ്, വാലറ്റ്, പിന്നെ വണ്ടിയിൽ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് എന്താ ചെയ്യാ? എനിക്കിപ്പോൾ പോയിന്റ് എത്ര അറിയോ? 4 വെക്ക് 2.
ഞാൻ ഏറ്റവും അപ്പൊ ഞാനാ ലീഡ് ചെയ്യണേ. വെള്ളം കുടിച്ച ഞാൻ. പാവം കഴിഞ്ഞ വീഡിയോയിലും പണി, ഈ വീഡിയോയിലും വെള്ളം കുടിച്ച് എന്താ ചെയ്യാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? അപ്പോ ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ, മനസ്സിലായോ ക്വസ്റ്റ്യൻ? എന്താ മനസ്സിലായോ? നെയിം 3 ഫിലിംസ് ഓഫ് DQ. ദുൽഖർ സൽമാൻ. വിക്രമാദിത്യൻ വരാൻ ആവശ്യമുണ്ട്. യമന്റെ പ്രേമകഥ. അയ്യോ, ടൈം ഞാൻ നോക്കിയില്ല. ഞാൻ ചോദിക്കണം. 3 ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ. ട്രിവാൻഡ്രം, ചെന്നൈ, പിന്നെ ബാംഗ്ലൂർ. 5 ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ 3 ആയിട്ട് ചോദിച്ചത്. പക്ഷെ 5 സെക്കൻഡ്സിനെ കൊണ്ട് 5 അതൊന്നും പോസിബിൾ അല്ല. ചോദിക്കട്ടെ, ജേർണലിസം സ്റ്റുഡൻ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു യുവർ സബ്ജക്ട്. ഓക്കെ ഓക്കെ, റീഡ് മെയിൻ ഹെഡ്ലൈൻ ഓഫ് ദിസ് ന്യൂസ് പേപ്പർ. ഒന്ന് മതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കരുതലിലേക്ക് 366 പേർ. അതെന്താ കൊറോണ അല്ലേ? കൊറോണ എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ കുറേ ആൾക്കാർ, ചൈനയിൽ കുറേ ആൾക്കാർക്ക് കൊറോണ ബാധിച്ചു. അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ നമ്മളിലേക്ക് എന്താണ് യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇത് നിസാറാക്കണ്ട, നല്ല സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെ. നല്ല ചൈന മാത്രമല്ല, കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിൽ വന്നിട്ടെന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ അങ്ങനെ ഞാൻ കേട്ടിന്, ഉള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസ് ഇപ്പം എത്രണ്ണമായി അറിയില്ല. ഇനി ഞാനാണ്. ദീപിക പത്കൊണ്ട് 3 സോങ്സ്. സ്റ്റാർട്ട്. घूमर घूमर मटर गश्ती तुम साथ हो. കുറച്ചും കൂടി നീട്ടാമായിരുന്നു ലൈൻസൊക്കെ. ഞാൻ പറഞ്ഞുതരാം. घूमर 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 घूमेरे मटर गश्ती खुली सड़क में പിന്നെ घर तुम साथ हो. പറയാം. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വിന്നർ അനൗൺസ് ചെയ്യാനുള്ള ടൈമാണ്. വിന്നർ പറയും. വിന്നർ ആരാണെന്ന് പറയും. ഞാൻ തന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ ഞാൻ തന്നെയാണ് ഈ പ്രാവശ്യത്തെ വിന്നർ. അപ്പോൾ എന്തായാലും ഈ ചാലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇതേപോലത്തെ ചാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിലേക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇനിയും കാണാം ഇതേപോലത്തെ ചാലഞ്ച് വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്.